ഹായ് ഹലോ. ഇന്ന് ഞങ്ങളുടെ 3 ഡേ പാറ്റേൺ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ 3 സെക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലേക്ക് പോകുന്നത്. ബാംഗ്ലൂർ ദിയോഗർ ബാംഗ്ലൂർ ആൻഡ് ദെൻ ബാക്ക് ടു കൊച്ചി. കൊച്ചിയിലേക്ക് തിരിച്ചു പോകുന്നത് ഡെഡ് ഹെഡ് ചെയ്ത് പാസഞ്ചറായിട്ടാണ്. ഇങ്ങനെ ക്യാബ് വന്നു, കയറിയിരുന്നു. ഞങ്ങൾ നല്ല മലയാളം പാട്ടൊക്കെ ഇട്ട് ഫുൾ ചില്ല് ചെയ്താണ് പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് ആ ഡ്രൈവർ ഞങ്ങളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടില്ല. അങ്ങനെ എയർക്രാഫ്റ്റ് എത്തി, പാസഞ്ചേഴ്സൊക്കെ ബോർഡ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ ദിയോഗർ എയർപോർട്ടിലെത്തി. എനിക്ക് ഒരുപാട് വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആസ് യൂഷ്വൽ നല്ല തിരക്കായിരുന്നു എയർക്രാഫ്റ്റിൽ. അങ്ങനെ ഗ്രൗണ്ട് സ്റ്റാഫ് എയർക്രാഫ്റ്റ് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ പാസഞ്ചേഴ്സൊക്കെ ബോർഡ് ചെയ്തു. എന്നിട്ട് പാസഞ്ചേഴ്സൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞവർക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തു. കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ വർഷ വന്നു. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ R4 ആയിരുന്നു. ഞാൻ യൂഷ്വലി ഫ്രണ്ട് ഗാലിയിലാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യാറ്. ബട്ട് അന്ന് പെട്ടെന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് ഞാൻ ആഫ്റ്റിലാണെന്ന്. അപ്പോൾ വർഷമായിട്ടായിരുന്നു ആഫ്റ്റ് ഞങ്ങൾ 4 ആക്കിയില്ലെന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സഞ്ജന വന്നു. സഞ്ജന R1 ആയിരുന്നു. അവൾ ഫ്രണ്ടിലായിപ്പോയി, ഞാൻ ആഫ്റ്റിലേക്ക് വന്നപ്പോഴേക്കും. അങ്ങനെ പാസഞ്ചേഴ്സിനൊക്കെ സെർവ് ചെയ്ത് കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടിയപ്പോൾ സഞ്ജന ആഫ്റ്റിൽ വന്നു. അങ്ങനെ പിന്നെ ഞങ്ങളിരുന്ന് സംസാരമായി. പിന്നെ ഞങ്ങളുടെ ഒരു ലോകമാണല്ലോ, ഞങ്ങൾ പിന്നെ ചിരിയും കളിയായി. പിന്നെ ഞാൻ ചെയ്ത ഓരോ മണ്ടത്തരമാണ് ഇപ്പോൾ ഈ വർഷം ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് കേട്ട് ചിരിക്കുന്ന ഞാനും സഞ്ജനയും. അങ്ങനെ ദിയോഗർ സെക്ടറൊക്കെ ഫുൾ ഓപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾ ബാംഗ്ലൂർ തിരിച്ചെത്തി. ഇനിയിപ്പോൾ പാസഞ്ചറായിട്ട് പോയാൽ മതി, സുഖമാണ്, പണിയൊന്നും ചെയ്യണ്ട. അതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഞങ്ങളുടെ 3 പേരുടെയും മുഖത്ത് കാണുന്നത്. പണിയൊന്നും ചെയ്യണ്ടല്ലോ, സുഖമായിട്ടിരുന്ന് വീട്ടിൽ പോകാമല്ലോ. ഇനിയിപ്പോൾ 3 ദിവസത്തിന് ശേഷമാണ് വീട്ടിലും തിരിച്ചെത്തുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ കൊച്ചി എയർപോർട്ടിലെത്തി. സഞ്ജന പോയതിൽ വിഷമമുണ്ടോ എന്ന് ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് വിഷമമുണ്ടെന്ന്. ഞാൻ പോകുന്നതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒട്ടുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ നിൽക്കുന്ന നിപ്പ് കാണുമ്പോൾ അറിയാം ആൾക്ക് നല്ല വിഷമമുണ്ട് ഞാൻ പോകുന്നതിൽ. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒരുമിച്ചാണ് ഫ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് സഞ്ജന ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാനും വീട്ടിൽ പോയി.